ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ ഞണ്ടാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരട്ടെ. ഇനിയിപ്പിതാ ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പിതാ ഇതിലേക്ക് 2 വലിയ സവാളയാണ് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്നു വരണം. ഇത് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചാൽ വേഗം ഇതൊന്ന് വഴന്ന് കിട്ടും. ഇനിയിപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. നമ്മൾ സവാളയെല്ലാം ഒരു 3/4 ഭാഗത്തോളം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂണോളം മുളക് പൊടിയും അത് എരിവിനാവശ്യമുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് മൂടി വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വരട്ടെ. തക്കാളിയും സവാളയും എല്ലാം ഒന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ഞണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞണ്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം.